പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്. വ്യാജ ഉപദേശങ്ങളും ഒത്തുതീർപ്പ് സുവിശേഷവും. ഫോൾസ് ടീച്ചിങ് ആൻഡ് ദ ഗോസ്പൽ ഓഫ് കോംപ്രമൈസ്, ഡയലൂട്ട് ഗോസ്പൽ. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. തിമോത്തിയോസിന് 2-ാം ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 3-ാം വചനം, ജനങ്ങൾക്ക് ചൊറിച്ചിലുള്ള ചെവി ഉണ്ടായിട്ട് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ കൂട്ടിവെക്കുന്ന കാലം വരും. അതായത് അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും എന്ന് പറയുന്ന വചനം ഇന്ന് നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ മാത്രം കേട്ടാൽ ആത്മീയ ജീവിതം രക്ഷപ്പെടുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയരെ, മനസ്സിലാക്കുക, സുവിശേഷത്തിൽ നടത്തുന്ന ഒത്തുതീർപ്പുകളെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഇന്ന് ലോകത്തെയും മനുഷ്യരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി വചന സത്യങ്ങളെ കൂട്ടിയും കുറച്ചും പ്രസംഗിക്കുന്ന രീതി വർദ്ധിച്ചു വരികയാണ്. മാനസാന്തരവും വിശുദ്ധിയും കുരിശിന്റെ വഴിയും പറയാതെ കേവലം ലൗകിക വിജയങ്ങളും ഐശ്വര്യവും മാത്രം വാഗ്ദാനം ചെയ്യുന്ന ഒരു സോഫ്റ്റ് സുവിശേഷം സഭയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ എഴുതുന്നത് ശ്രദ്ധിച്ച്, ജനങ്ങൾക്ക് ചൊറിച്ചിലുള്ള ചെവി ഉണ്ടായിട്ട് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ അല്ലെങ്കിൽ ഉപദേശികളെ കൂട്ടുവയ്ക്കുന്ന കാലം വരും എന്ന ആ വചനമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർ രോഗിയോട് രോഗത്തിന്റെ ഗൗരവം മറച്ചു വെച്ച് കേവലം മധുര പലഹാരം മാത്രം കൊടുത്താൽ രോഗി എന്ത് ചെയ്യും? മരണപ്പെടും. അതുപോലെയാണ് പാപത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാത്ത പ്രസംഗങ്ങൾ കേൾവിക്കാരുടെ കയ്യടിക്കും പ്രീതിക്കും വേണ്ടി സത്യം മറച്ചു വയ്ക്കുന്നത് ആത്മീയ നാശത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാം. Let us stand firm in the full truth of God without compromising the word for the pleasure and the applause of men. മനുഷ്യന്റെ പ്രീതിക്കായും കയ്യടികൾക്കായും വചനത്തിൽ ഒത്തുതീർപ്പ് വരുത്താതെ ദൈവത്തിന്റെ പൂർണ്ണ സത്യത്തിൽ ഉറച്ചു നിൽക്കാം എന്ന് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എടുക്കാൻ കഴിയണം. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. സത്യസ്വരൂപനായ ദൈവമേ, ലോകത്തിന്റെ കയ്യടികൾക്ക് വേണ്ടി വചന സത്യങ്ങളിൽ മാറ്റം വരുത്താതെ അങ്ങയുടെ സത്യം ധൈര്യത്തോടെ ജീവിക്കാനും പ്രഘോഷിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ജ്ഞാനവും വിവേകവും നൽകും എന്നതിൽ യാതൊരു സംശയമില്ല. ഗാഡ് ബ്ലസ് യു. ഈ വചനങ്ങൾ അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കട്ടെ.